ഇപ്പൊ ഞാൻ പോവാം. പക്ഷേ ഞാനെല്ലാം അവസാനിപ്പിച്ചു എന്ന് നിങ്ങൾ കരുതണ്ട. എത്ര കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും എന്റെ അച്ഛനെ ഞാൻ ജയിലിൽ നിന്ന് പുറത്തു കൊണ്ടുവരും. അച്ഛനെ ഇതിനൊക്കെ നിങ്ങളോട് പകരം ചോദിക്കുകയും ചെയ്യും. അവരോട് ചെന്ന് പറഞ്ഞേക്ക്. മോളിക്കുട്ടി, നമുക്ക് പോവാം. കാല് പിടിച്ചിട്ടോ? കളരിക്കൽ വീട്ടിലേക്ക് ഗാഥ കയറി ചെല്ലുന്നത് നവീന്റെ കാല് പിടിച്ചിട്ടാണോ മമ്മി? എനിക്കിതിന് സൗകര്യമില്ല. ഞാൻ പറഞ്ഞ ഡിമാൻഡുകളൊക്കെ അംഗീകരിച്ച് അവരെ അവിടുന്ന് പുറത്താക്കി എന്നെ വന്ന് വിളിച്ചിട്ടല്ലാതെ ഗാഥ അങ്ങോട്ടേക്ക് പോവില്ല. അതല്ലാതെ ഇത് പരിഹരിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാനല്ല, മമ്മി അത് ചെയ്യേണ്ടത്. കാരണം ഇതെല്ലാം കുഴപ്പത്തിലാക്കിയത് മമ്മി ഒരാളാ. എന്നെ നിസ്സാരായിട്ട് പറഞ്ഞു ഒതുക്കാന്നൊന്നും മമ്മി കരുതണ്ട. നവീനെ എനിക്ക് നഷ്ടപ്പെടാൻ പാടില്ല. നഷ്ടപ്പെട്ടാൽ പറഞ്ഞത് ഞാൻ ചെയ്യും. മമ്മിക്ക് പിന്നെ മോളുണ്ടായിരിക്കില്ല. ആരും ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാകാതെ ഇതെങ്ങനെ അവസാനിക്കും മാം? എനിക്കറിയില്ല സിനി. തങ്കത്തിന്റെ നിലപാടും കടുപ്പമുള്ളത് തന്നെയാ. പഴയതുപോലെ കൃഷ്ണനെ തങ്കം എന്റെ ഒപ്പം വിടില്ല. നീ ആകെ ശേഷിക്കുന്ന ഒരു മാർഗം കൃഷ്ണനെ ഞാൻ നേരിട്ട് പോയി കണ്ട് അവളോട് റിക്വസ്റ്റ് ചെയ്യാന്നുള്ളതാ. ഇനി അത് സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല മാം. മാം അവരെ ചതിച്ചു എന്ന് കൃഷ്ണ പോലും ഇപ്പൊ വിശ്വസിക്കുന്നുണ്ട്. പിന്നെ എങ്ങനെ അവള് മാമിന്റെ കൂടെ വരുന്നത്? പിന്നെ ഞാൻ എന്ത് ചെയ്യും സിനി? എന്റെ മോളെ മരണത്തിന് വിട്ടുകൊടുക്കാൻ പറ്റുമോ? അതോ അവളുടെ കൂടെ ഒന്നിച്ച് ചാവാനായിട്ട് പോണോ? എനിക്കറിയില്ല ഈശ്വര. മോളിക്കുട്ടി, വാ. ആ ഗോപേട്ടാ, എന്താ മോളെ? കട തുറക്കാൻ വന്ന. എന്തോന്നാടിയത്? നീ എന്ത് ചെയ്യാൻ പോവാ? കണ്ടിട്ട് മനസ്സിലായില്ലേ? കട തുറക്കാൻ പോവാ. ആരുടെ കട? ഇവളുടെ അച്ഛൻ ദുബായ് മാമന് കൊടുത്ത കട. ഇവളുടെ അച്ഛന്റെ സകല സമ്പാദ്യവും ഇപ്പൊ സത്യവതി മേഡത്തിന്റെ പേരിലല്ലേ? പിന്നെ ഈ കടയ്ക്ക് മാത്രം എന്താ ഇത്ര പ്രത്യേകത? ഈ കട വിട്ടുതരാൻ പറ്റില്ല. ഇതേ അച്ഛൻ ഗോപാലമാമന് കൊടുത്തതാ. എന്നാ പിന്നെ നീ പോയി നിന്റെ ഗോപാലൻ മാമനെ വിളിച്ചോണ്ടുവാ. ഞാൻ അയാളോട് സംസാരിച്ചോളാം. താൻ ആരോടോ? താനെന്താ ഇവളുടെ എടി പൊടിന്നൊക്കെ സംസാരിക്കുന്നേ? ദേ, സത്യവതി ഇവരെ ചതച്ച് സകല സാധനങ്ങളും എഴുതി വാങ്ങിച്ച ഒരു പ്രമാണം ഉണ്ടാക്കിയിട്ടുണ്ട്. അതെ, അനിയൻ സാറ് പുറത്തു വരുന്നത് വരെ മാത്രമേ നിലനിൽക്കൂ. അനിയൻ സാറ് പുറത്തു വന്നു കഴിഞ്ഞാലേ തന്റെയൊക്കെ അവസ്ഥ എന്താന്ന് അറിയോ? അതങ്ങേര് പുറത്തു വന്നിട്ടല്ലേ. ആ കാര്യങ്ങളൊക്കെ അതപ്പ ആലോചിക്കാം. ഇപ്പൊ തൽക്കാലം രണ്ടുപേരും പുറത്തു പോ. പറ്റില്ല. ഞാൻ തൽക്കാലം ഈ കട തുറക്കും. ഇവിടെ കച്ചവടം ചെയ്യുകയും ചെയ്യും. തനിക്ക് തടയാൻ പറ്റുമെങ്കിൽ തടയും. എടാ ജോഷിയെ, ഇങ്ങോട്ട് വാടാ. രാവായാലും ശരി പകലായാലും ഇവളന്മാരാരെങ്കിലും ഈ ഷട്ടർ തുറന്ന ഒരാളും പിന്നെ ജീവിച്ചിരിക്കാൻ പാടില്ല. അത് ഞങ്ങൾ ഏറ്റു സാറേ. ദ്രോഹിച്ച് മതിയായില്ലേ നിങ്ങക്ക്? ഇനി എന്താ നിങ്ങൾക്ക് എന്നിന്ന് വേണ്ടത്? എന്റെ അച്ഛനെ ചതിച്ചു, എന്നെ ചതിച്ചു, എന്റെ അമ്മയെ ചതിച്ചു. എന്നിട്ടും ഉറങ്ങാൻ പറ്റുന്നില്ലേ നിങ്ങളുടെ സത്യവതി മേഡത്തിന്? ഉറങ്ങാൻ പറ്റുന്നത് എങ്ങനെയാടി കൊച്ചെ? നീയും നിന്റെ തള്ളെ ജീവിച്ചിരിക്കല്ലേ? കൊല്ലാൻ വേണ്ടതൊക്കെ താൻ ചെയ്യുന്നുണ്ടല്ലോ. എന്താ അവിടെ? എന്താ പ്രശ്നം? നിങ്ങൾ ഇത് കേൾക്കുന്നുണ്ടോ? കൃഷ്ണയ്ക്ക് ഈ കട തുറക്കണം, ലോട്ടറി കച്ചവടം നടത്തണം. അത് പറ്റില്ലെന്ന് ഇവര് പറയുന്നേ. നമ്മൾ സ്നേഹിച്ച നമ്മുടെ അനിയൻ സാറിന്റെ മോളുടെ കാര്യല്ലേ? അപ്പോഴേ മൂർത്തി, പിള്ളേരെ തടയാൻ നിൽക്കണ്ട. മൂർത്തി സാറ് പറയുന്നതിന് നീ എതിര് പറഞ്ഞാ പറയുന്നവരൊക്കെ ഇവിടെയായിട്ട് കൊത്തി കീറിക്കളയും ഞാൻ. പരോള് കഴിഞ്ഞ് തിരിച്ചു പോവാൻ ഇനി 2 ദിവസമേ ഉള്ളൂ. ഒരു കൊലയും കൂടി ചെയ്തിട്ട് പോവാൻ എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല. എന്താടി, എന്താ അവിടെ ചുറ്റിപ്പറ്റി നിൽക്കുന്നേ? ഇനി മേലാൽ 2 എണ്ണത്തിന് ഈ പരിസരത്ത് കണ്ടുപോരുത്. പൊയ്ക്കോ.
കൃഷ്ണമോളെ, ഈ നാട്ടുകാർക്കൊക്കെ നിന്നെ വലിയ സ്നേഹമായിരിക്കും. അനിയ സാറിന്റെ മോളെന്നും പറഞ്ഞേ ഈ കട തുറന്നാലേ ഈ നാട്ടുകാർ ഇവിടെ ഒന്ന് കാവല് നിൽക്കുന്നു നീ പ്രതീക്ഷിക്കണ്ട. ജീവന് പേടിയുള്ള ഒരുത്തനും അടുക്കില്ല. ഇനി കട തുറക്കാൻ വേണ്ടി നീ വന്ന ചാവി ഇങ്ങോട്ട് തരി. ഇപ്പൊ ഞാൻ പോവാം. പക്ഷേ ഞാനെല്ലാം അവസാനിപ്പിച്ചു എന്ന് നിങ്ങൾ കരുതണ്ട. എത്ര കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും എന്റെ അച്ഛനെ ഞാൻ ജയിലിൽ നിന്ന് പുറത്തു കൊണ്ടുവരും. അച്ഛനെ ഇതിനൊക്കെ നിങ്ങളോട് പകരം ചോദിക്കുകയും ചെയ്യും. അവരോട് ചെന്ന് പറഞ്ഞേക്ക്. മോളിക്കുട്ടി, നമുക്ക് പോവാം. എല്ലാവരും കേൾക്കാൻ വേണ്ടി പറയുക. അവളിനി കട തുറക്കാൻ വരികയോ കച്ചവടം നടത്താൻ തുനിയോ ചെയ്ത ഏതെങ്കിലും ഒരുത്തൻ അവളുടെ കൂടെ നിന്ന ഈ കവലയിലിട്ട് കയ്യും കാലും ഞാൻ തല്ലിയൊടിച്ചു കളയും. മൂർത്തിയാ പറയുന്നേ. ഞാൻ അഡ്വക്കേറ്റിനോട് വരാൻ പറഞ്ഞിട്ടുണ്ട്. അഡ്വക്കേറ്റ് വന്നാൽ നവീന കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി ഡിവോഴ്സ് പേപ്പറിൽ ഒപ്പിടിക്കണം. അത് നിസ്സാരമാണോ നന്ദ? അവന്റെ ജീവിതം വെച്ച് ചൂത് കളിക്കാനാവില്ല. ഗാന്ധി അവന്റെ ജീവിതത്തിൽ നിന്ന് പോണം. പകരം അവൻ സ്നേഹിക്കുന്ന, അവൻ ഇഷ്ടപ്പെടുന്ന കൃഷ്ണ അവന്റെ ലൈഫിലേക്ക് വന്നേ പറ്റൂ. അത് തന്നെയാണ് ഇതിന്റെ എല്ലാ അവസാനം. ആ ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഭാഗത്തേക്ക് ഇരിക്കും. താങ്ക് യു. അമ്മേ, അഡ്വക്കേറ്റ് നരേന്ദ്രന്റെ ജൂനിയറാ നയന. അറിയാം. ഇതിപ്പോ എന്താ ഇങ്ങനെ സംഭവിക്കാൻ? നവീൻ ഡിവോഴ്സിന് തയ്യാറാണോ? അവൻ ഇതുവരെ മാനസികമായിട്ട് അതിന് തയ്യാറായിട്ടില്ല. നിങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കണം. ഒന്ന് ഹെൽപ്പ് ചെയ്തേ പറ്റൂ. ഓക്കെ, ഞാൻ ശ്രമിക്കാം. ഞാൻ മാക്സിമം നോക്കാം. ആ സുമിത്രേ, നമ്മുടെ അഡ്വക്കേറ്റ് നരേന്ദ്രന്റെ ജൂനിയറാ അഡ്വക്കേറ്റ് നയന. ഇവരെ ഞാൻ വിളിപ്പിച്ചതാ നവീന്റെ ഡിവോഴ്സിന്റെ കാര്യം സംസാരിക്കാൻ. നന്ദേട്ടാ, അത് ഒന്നുകൂടി ആലോചിച്ചിട്ട് പോരെ? ഇനി എന്താ ആലോചിക്കാനുള്ളത്? നവീനോട് ചോദിച്ചാ അവനെതിരെ പറയും. ഈ കാര്യത്തിൽ നമ്മൾ തീരുമാനം എടുത്തേ പറ്റൂ. അവന്റെ ഭാവിക്ക് അതാ നല്ലത്. എന്നാലും നവീനും ഗാന്ധിയും തമ്മിൽ ഒരു കുടുംബജീവിതം ഉണ്ടാവുമെന്ന് താൻ പ്രതീക്ഷിക്കുന്നുണ്ടോ? ഇല്ലല്ലോ. സുമിത്രേ, നമ്മളെല്ലാവരും കൂടി അവനെ പറഞ്ഞ് മനസ്സിലാക്കിയേ പറ്റൂ. നീ പോയി അവനെ വിളിച്ചോണ്ടുവാ. ചെല്ല് സുമിത്രേ.